നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലെ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നതിന് മുൻപായിട്ട് എല്ലാവരും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം കമൻറ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിലെ ഗുരുവായൂരപ്പനെ ഏത് ഭാവത്തിലാണ് കാണുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഉണ്ണിയായിട്ട് കാണുന്നവരുണ്ടായിരിക്കും, ഉണ്ണിക്കണ്ണനായിട്ട് മകനെ പോലെയൊക്കെ കാണുന്നവരുണ്ടായിരിക്കും, സഹോദരനായിട്ട് ജ്യേഷ്ഠനായിട്ട് കാണുന്നവരുണ്ടായിരിക്കും, നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന ഗുരുവായൂരപ്പനായിട്ട്, അങ്ങനെ പല പല ഭാവത്തിലെ പല പല പ്രായത്തിലൊക്കെ കാണുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഭാവം ഏതാണെന്ന് ആദ്യം തന്നെ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാട്ടോ. കാരണം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഭഗവാന്റെ ഭാവത്തെക്കുറിച്ചാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പനെ നമ്മൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് ഭൂരിഭാഗം പേരും അങ്ങനെയാണ് വിളിക്കുക. ഗുരുവായൂരപ്പൻ എന്നുള്ള പേര് മേൽപ്പത്തൂര് നൽകിയതാണെങ്കിൽ കൂടിയിട്ട് ഇവിടെയുള്ള വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണെന്നും എല്ലാവർക്കും അറിയാം. എന്നാലും കൃഷ്ണ, ഉണ്ണിക്കണ്ണ, ഉണ്ണികൃഷ്ണ, കണ്ണ എന്നാണ് കൂടുതൽ പേരും വിളിക്കാറുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ ഭാവം എന്താണ്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആ ഒരു ഭാവം എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ എല്ലാവരും കാണുന്നത് എന്നുള്ളത് ആദ്യം തന്നെ കമൻറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണ് യഥാർത്ഥ ഭാവം എന്ന് നോക്കാം കേട്ടോ. അപ്പം അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറയണ്ടേ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാനെ ഇന്നലെ വളരെ മനോഹരമായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മിടുക്കനായിട്ടുള്ള തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയാണ്. 2 വയസ്സിൽ താഴെ ആയിട്ടേ ഭഗവാന് പ്രായം ഉണ്ടായിരിക്കുള്ളൂ. കയ്യിൽ എന്താ പിടിച്ചിരിക്കണേന്ന് അറിയോ? വലത്തെ കൈയിലെ വെണ്ണൂരല പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈയിലെ പൊന്നോടക്കുള്ളിൽ പിടിച്ചിട്ടുണ്ട്. നായ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാനെ എല്ലാ സമയത്തും ഇങ്ങനെ ഓടക്കുള്ളിൽ വിളിച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപികമാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? അവർ ചെയ്യേണ്ട പ്രവൃത്തികളൊന്നും അവർക്ക് നേരാൻ വേണം ചെയ്യാനായിട്ട് സാധിക്കണില്ല. കാരണം ഭഗവാന്റെ ഈ ഓടക്കുഴൽ നാദത്തിൽ ഇവരിങ്ങനെ മുഴുകിപ്പോകുക. അതായത് അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കണത് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഒരു ബോധവും ഇല്ലാതെ ഇരിക്കുകയാണ് അവർ. അപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും പരാതികളൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങി. കാരണം പാത്രം കഴുകാനായിട്ട് ഇരിക്കുന്നവരെ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നവരെ അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അരി ഇങ്ങനെ തിളച്ച് വെന്ത് ചീഞ്ഞ് പോകുന്നുണ്ട്, ആരും ഒന്നും അറിയണില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വഴക്കൊക്കെ കേൾക്കൂലോ. അതായിരുന്നു അവരുടെ ബുദ്ധിമുട്ട്. ഒന്നും നേരാൻ വണ്ണം അങ്ങോട്ട് ചെയ്യാനായിട്ട് സാധിക്കണില്ല ഭഗവാന്റെ ഈ ഒരു ഓടക്കുഴൽ വിളി കൊണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊന്ന് വിളിക്കരുതെന്ന് പറയാം. പിന്നെ പലരും വാങ്ങിക്കാനൊക്കെ ചോദിച്ചു നോക്കി ഭഗവാന്റെ അടുത്ത് ഓടക്കുഴൽ തരുമെന്ന്, ആരും തരുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഓടക്കുഴൽ വിളിക്കുന്നതൊന്ന് നിർത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ണ കൊണ്ടുപോയി കൊടുത്തിരിക്കുക. അപ്പോൾ അത് കഴിക്കുന്ന ആ ഒരു സമയത്തെങ്കിലും ഈ ഓടക്കുഴലൊന്ന് മാറ്റി വെക്കുമല്ലോ എന്നുള്ള രീതിയിൽ. എന്നാലും അത് മാറ്റി വെക്കണമെന്നില്ല കേട്ടോ, കയ്യിൽ പിടിച്ചിരിക്കുക. അങ്ങനെ കുറച്ച് നേരമൊക്കെ വെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഗോപികമാർ ഭഗവാൻ ഓടക്കുഴൽ എടുത്തിട്ട് കൊടുക്കും. ഒടുക്കുഴൽ വിളിച്ചോളൂ കണ്ണാന്ന് പറഞ്ഞിട്ട്. കാരണം ഇതില്ലാതെ ഇവർക്ക് ആർക്കും സാധിക്കില്ല. ഭഗവാന്റെ കുറുമ്പുകൾ പോലെ തന്നെ ഗോപികമാർക്കും കുറുമ്പുണ്ട്. ഇവർക്ക് കണ്ണൻ്റെ ഓടക്കുഴൽ അതൊന്നും കേൾക്കാതിരിക്കാനായിട്ട് ഒട്ടും സാധിക്കില്ല. അപ്പോൾ പിന്നെയും ഈ വെണ്ണ കൊടുക്കലൊക്കെ നിർത്തിയിട്ട് മതി കണ്ണ ഓടക്കുഴൽ ഒതുക്കോളൂ, ഞങ്ങൾക്കിതൊന്നും കേൾക്കാതെ ഉറങ്ങാനായിട്ടും ഉണ്ണാനായിട്ടും ഒന്നും സാധിക്കില്ല എന്നിട്ട് പിന്നെയും ഓടക്കുഴൽ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടോ. അപ്പോൾ ആ ഓടക്കുഴൽ നാദം കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാനായിട്ട് ഒരു വെണ്ണ ഉരുള ഭഗവാന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിരിക്കുക. ഭഗവാനാണെങ്കിലോ നല്ല സന്തോഷത്തിലെ ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് വെണ്ണയും ഭഗവാന് പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ അതും കൂടി കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ചുവപ്പുമായി ആയിരുന്നു. കാരണം കൂടുതലും തെച്ചിപ്പൂക്കൾ കൊണ്ടൊക്കെ ആയിരുന്നു മാലയൊക്കെ കോർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുമുടി മാല 2 ഉണ്ട്. ഒരെണ്ണം ചുവപ്പ്, അതായത് തെച്ചിയും തുളസിയും കൂടിയിട്ടാണ്. തെച്ചിയാണ് കൂടുതൽ കോർത്തിരിക്കുന്നത്. പിന്നെ ഒരു തിരുമുടി മാലയിൽ മുഴുവനായിട്ട് തെച്ചിയാണ്. 2 ഉണ്ടമാലയുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന മാലയിൽ തെച്ചിയുണ്ട്, തുളസി, തെച്ചി തുളസി, തെച്ചി തുളസി, പിന്നെ കുറച്ച് താമര, പിന്നെ തെച്ചി തുളസി, തെച്ചി തുളസി. ഇതിൽ ഏറ്റവും കൂടുതൽ തെച്ചിയാണ്. പിന്നെ വേറൊരു ഉണ്ടമാലയുണ്ട്, അതും തെച്ചി തുളസി, തെച്ചി തുളസി എന്ന് ഇങ്ങനെ മാറി കോർത്തിരിക്കുക. അപ്പോൾ കൂടുതലും ചുവപ്പായതുകൊണ്ടേ നോക്കുമ്പോൾ തന്നെ ഒരു ചുവപ്പുമായിരുന്നു കേട്ടോ ശ്രീലകത്തുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവാനെ കാണാനായിട്ട്. മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞു ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. പൊന്നും കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്, നെറ്റിയിൽ ഗോപി തിലകൊക്കെ ഉണ്ട്, കാതുപൂക്കളുണ്ട്, നന്നായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് ഭഗവാൻ. കഴുത്തിലൊരു തിലകുണ്ട് കേട്ടോ, ആ വളയം പോലത്തെ മാലയുടെ ചൂടയായിട്ട്.
പിന്നെ 2 മാലകളുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് വലത്തെ കയ്യിൽ വെണ്ണൂറിൽ പിടിച്ചിട്ട് ഇടത്തെ കയ്യിൽ പൊന്നോടക്കുള്ളും കൂടെ പിടിച്ചിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. പട്ടുകോണമൊന്നും ഞാൻ നില കണ്ടില്ല കേട്ടോ. നന്ദി ചെറിയ കുട്ടിയായതുകൊണ്ട് കുഞ്ഞു പട്ടുകോണമൊക്കെ ആയിരിക്കും. പിന്നെ 2 കാലുകളും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാൽത്തളയും ഇന്നലെ കാണാനായിട്ടൊന്നും സാധിച്ചില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവാനെ ചാർത്തിയത് കാണാനായിട്ട് കേട്ടോ. നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം. അപ്പോൾ ആ ഒരു രൂപമൊക്കെ എല്ലാവരും മനസ്സിൽ നന്നായി കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഗണപതിയെ തൊഴാനായിട്ടാണ് നമ്മളെല്ലാവരും തിരിക്കുന്നത്. മഞ്ഞ നിറത്തിലായിരുന്നു ഗണപതിക്ക് ഉടയാട ഉണ്ടായിരുന്നത്. കഴുത്തിൽ സ്വർണ്ണ നിറത്തിലൊരു മാലയിട്ടുണ്ട്. പിന്നെ ഇന്നലെ തുമ്പയിൽ കുറച്ച് കറുക പിടിച്ചിട്ടുണ്ട് കേട്ടോ. കറുകപ്പൂലുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗണപതിക്ക്. അപ്പോൾ ഈ കറുക ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഒരു മഞ്ചാടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാല നെറ്റിപ്പട്ടം പോലെ ചെറുതായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കാതുകളിൽ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ട് കിരീടത്തിന് പകരമായിട്ട് ഒരു ചന്ദ്രകല. അതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചന്ദ്രകലയാണ് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചന്ദ്രകലയൊക്കെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നത്. പിന്നെ സന്തോഷവാനായിട്ടാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ രൂപവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാം കേട്ടോ. ഭഗവതി ഒരു ഓറഞ്ച് നിറം പോലെയാണ് തോന്നിയത്. കാരണം ആ നിറത്തേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പട്ടാണ് കേട്ടോ. കൂടുതലും പട്ടാണ്. ആ സ്വർണ്ണ തിളക്കാണ് നമ്മുടെ കണ്ണിൽ കാണുക. ചെറുതായിട്ടൊരു ഓറഞ്ച് നിറമായിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ കഴുത്തിൽ ഒരു പതക്കം പോലത്തെ ഒരു നല്ല വെള്ളക്കല്ലുകളൊക്കെ പതിപ്പിച്ച ഭംഗിയുള്ള ഒരു മാലയുണ്ട് ഭഗവതിക്ക്. അത് കഴുത്തിലിട്ടിട്ടുണ്ട്. ചുണ്ടൊക്കെ നല്ല കരിഞ്ചുവപ്പ് നിറത്തിലാണ്. കാതിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ പൊട്ടുണ്ട്. പിന്നെ ഭഗവതിയുടെ ചെറിയൊരു കിരീടമുണ്ട്. ഒരു സ്വർണ്ണ നിറത്തിലൊരു കിരീടം. അതാണ് ശിരസ്സിൽ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ല സുന്ദരിയായിട്ട് മുഖചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതിയായിരുന്നു. ഭഗവതിയുടെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെയും കൂടെ ഒന്ന് തൊഴുതിട്ട് വരാം കേട്ടോ. അയ്യപ്പന് പച്ച നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല നീളത്തിലുള്ള ഉടയാടയായിരുന്നു. സ്വർണ്ണത്തിൻ്റെ നിറയെ പ്രിന്റുകളോട് കൂടിയിട്ട്. പിന്നെ സ്വർണ്ണ നിറത്തിൽ 2 മാലകളിട്ടുണ്ട്. പിന്നെ വെളുത്ത നൂല് കൊണ്ടൊരു മാലയുണ്ട്. അത് കുറച്ചും കൂടെ കഴുത്തിനോട് ചേർന്നിട്ടും വെച്ചിട്ടുണ്ട്. 2 കൈകളിലും ഇങ്ങനെ ഇവിടെ കുറി വരയ്ക്കുമല്ലോ, അതേപോലെ തന്നെ ഈ വെളുത്ത നൂല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, ചുവന്ന ചുണ്ടുകളാണ് അയ്യപ്പനെ. ഭഗവതി അമ്മയുടെ പോലെയുള്ള കരിഞ്ചുവപ്പല്ല കേട്ടോ. നല്ല കുങ്കുമത്തിൻ്റെ നല്ലൊരു ചുവപ്പാണ്. കാതിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. 2 തോളുകളിൽ തിലകങ്ങളുണ്ട്. ഈ ചെവിക്ക് മുകളിലായിട്ട്, ഈ കാതുപൂക്കൾക്ക് മുകളിലായിട്ട് 2 തിലകങ്ങളുണ്ട്. നെറ്റിയിൽ പിന്നെയും 3 തിലകങ്ങൾ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൊട്ട്. അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ നേരത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അയ്യപ്പനൊക്കെ കാണാനായിട്ട്. നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ട് നല്ല ചന്തത്തിലാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. മുഖചാർത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം അങ്ങനെയായിരുന്നു. എല്ലാവരും ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി ധ്യാനിച്ചോളൂ കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ അയ്യപ്പൻ്റെ അടുത്ത്. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന ഭാഗത്തേക്ക് കിടക്കാം കേട്ടോ. ഗുരുവായൂരപ്പനെ എന്തുകൊണ്ടാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത്? അതായത് ഉണ്ണിക്കണ്ണ, കണ്ണ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നത്. അതിനെക്കുറിച്ച് നോക്കാം കേട്ടോ. ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. പാതാളാഞ്ജന ശിലയിലാണ്, അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ശിലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ്. അത് ഭഗവാൻ തന്നെ ദ്വാരകയിൽ പൂജിച്ചിരുന്നതാണ്. ഭഗവാന്റെ മാതാപിതാക്കൾ, അതായത് ആദിതി കശ്യപന്മാരെ, പിന്നെ അതേപോലെ ദേവകി വസുദേവന്മാരെ, ഇവരെല്ലാവരും പൂജിച്ച അതേ വിഗ്രഹം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ശംഖചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് 4 തൃക്കൈകളുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം. അപ്പോൾ വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ, അതായത് 4 തൃക്കൈകളുണ്ടെങ്കിൽ ശംഖും ചക്രവും ഗദവും പത്മമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മഹാവിഷ്ണു വിഗ്രഹം തന്നെയാണ്. അതിനൊക്കെ മഹാവിഷ്ണു വിഗ്രഹം തന്നെയാണ് പറയുക. പക്ഷേ പലയിടത്തും ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിൽ കുടികൊള്ളുന്ന മൂർത്തി ഉണ്ടല്ലോ, അത് വ്യത്യാസമായിരിക്കും. അതായത് വിഗ്രഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രായം, അതുപോലെ തന്നെ അവരുടെ സ്വഭാവം, ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും അവിടുത്തെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മുടെ ഇടത്തിരിക്കത്ത് കാവിലമ്മനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഭഗവതിയുടെ പ്രതിഷ്ഠയെ പറ്റി പറയുന്ന സമയത്ത് വൽക്കണ്ണാടിയാണ്. പക്ഷെ ഭഗവതി അമ്മയുടെ ഭാവം എന്ന് പറയുന്നത് മുത്തശ്ശി ഭാവമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല രൂപത്തിൽ പല പ്രായത്തിലൊക്കെ ഭഗവതി അമ്മേനെ ചാർത്താറുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവിടുത്തെ ആ പ്രതിഷ്ഠയുടെ ഭാവം എന്ന് പറയുന്നത് മുത്തശ്ശി ഭാവമാണ്. ഇതേപോലെ തന്നെ ഗുരുവായൂരപ്പനും ഒരു പ്രായമുണ്ട്, ഗുരുവായൂരപ്പനും ഒരു ഭാവമുണ്ട്. അതിനെക്കുറിച്ച് പറയാം കേട്ടോ. ഗുരുവായൂരപ്പൻ എന്നുള്ള പേര് മേൽപ്പത്തൂരാണ് നൽകിയത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ ഭാവം എന്താണെന്നറിയോ?
ബാലനാരായണനായിട്ടാണ് ഇവിടുത്തെ ഭാവം. അപ്പോൾ ബാലനാരായണൻ എന്ന് പറയുമ്പോൾ നാരായണൻ ഭഗവാനാണെന്ന് എല്ലാവർക്കും അറിയാം. ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയാണ്, ചെറിയ കുട്ടിയായിട്ടാണ്. അതായത് എപ്രകാരമാണോ ദേവകിക്കും വസുദേവർക്കും മുൻപിലെ ഭഗവാൻ പ്രത്യക്ഷനായത്, ഭഗവാന്റെ ജനനമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഒരു ദർശനം നൽകുന്നുണ്ട് അവർ. ഈ ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് കൃഷ്ണാട്ടം കളി, അവതാരം കളിയൊക്കെ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അവതാര കൃഷ്ണനായിട്ട് വരുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അതൊരു ചെറിയ കുട്ടിയാണ്. അതേ പ്രായത്തിലുള്ള ഭഗവാനാണ് ഇവിടെ. അതായത് അതേ പ്രായമാണ് ഭഗവാന്റെ, അതായത് ഗുരുവായൂരപ്പന് ഉള്ളത് എന്നാണ് പറയണത്. അപ്പം ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ കുട്ടിയായിട്ട് കാണുന്നു, ഭഗവാനെ ഉണ്ണീന്ന് വിളിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവകിക്കും വസുദേവർക്കും മുൻപിൽ പ്രത്യക്ഷപ്പെട്ട അതേ ഭഗവാനാണ് അവിടെ വൃന്ദാവനത്തിൽ അമ്പാടിയിൽ പോയിട്ട് നന്ദഗോപരുടെയും യശോദാമ്മയുടെയും മകനായിട്ട് വളർന്നത്, കൃഷ്ണനായിട്ട് വളർന്നത്. ഇതേ കുറുമ്പനാണ് അവിടെ പോയിട്ട് ബാലലീലകളൊക്കെ ആടിയത്, യശോദാമ്മയുടെ അടുത്ത് പോയിട്ട് കുറുമ്പുകളൊക്കെ കാണിച്ചത്. അപ്പോൾ അത് കൃഷ്ണനാണല്ലോ, അതുകൊണ്ട് നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്നുള്ള ഒരു പേരിനെ ഇത്രയേറെ പ്രാധാന്യം വന്നത്. നമ്മൾ ഉണ്ണിയായിട്ട് കാണുന്നത്. അപ്പോൾ കൃഷ്ണനായി കഴിഞ്ഞാൽ കൃഷ്ണന്റെ ബാലഭാവങ്ങളൊക്കെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ബാലലീലകൾക്ക് ഇത്രയേറെ പ്രാധാന്യം വന്നതും. അതുകൊണ്ടും കൂടിയാണ് അഷ്ടമിരോഹിണിക്ക് ഇത്രയേറെ പ്രാധാന്യം. കാരണം ഭഗവാൻ, അതായത് കൃഷ്ണന്റെ ജന്മദിനമാണ് അഷ്ടമിരോഹിണി. അഷ്ടമിരോഹിണിയുടെ അന്ന് ഇവിടെ വന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, എല്ലാ കുട്ടികളും കൃഷ്ണന്മാരാണ്. കൃഷ്ണവേഷം കെട്ടിയ ധാരാളം കുട്ടികളുണ്ടായിരിക്കും. ഇവിടെ ഒരു വൃന്ദാവനം തന്നെ ആയിരിക്കും, ഗോപികാനന്ദനും ഒക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ടാണ് അത്രയേറെ പ്രാധാന്യം വന്നത് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ പല കഥകളിലും കേട്ടിട്ടുണ്ട്, പൂന്താനം ഭഗവാനെ ഉണ്ണി കൃഷ്ണ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം പൂന്താനത്തിന് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് അത്രയും കഴിവുകളുള്ള അറിവുകളുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം ഇത് മനസ്സിലാക്കി. ബാലരൂപത്തിലായാലും ബാലഭാവത്തിലാണ് ഭഗവാന്റെ ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളതെന്നുള്ളത്. അപ്പം എന്തായി, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ എന്ന് അദ്ദേഹം പാടുകയും ചെയ്തു. ഇതൊക്കെ ഭഗവാൻ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും അറിയാതെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു ഭഗവാൻ. അപ്പോൾ ഉണ്ണി കൃഷ്ണ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യമായിട്ട് ഭഗവാൻ ഇവിടെ ഓടി നടക്കാനായിട്ടും തുടങ്ങി. ഒന്നാമത് ഇവിടെ ബാലനാരായണ രൂപത്തിലാണ്. പൂന്താനം അങ്ങനെ ഉണ്ണി എന്ന് വിളിക്കുക കൂടി ചെയ്തപ്പോൾ പിന്നെ നല്ല സന്തോഷമായി. അതായത് തൻ്റെ ഭക്തൻ എപ്രകാരമാണോ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്, ഭക്തന്റെ മനസ്സിൽ ഭഗവാൻ എപ്രകാരമാണോ അതേപോലെ തന്നെ ഭഗവാൻ അങ്ങടായി. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ നമ്മുടെ ഭഗവാൻ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പലർക്കും എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്, പലരും എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്, അതേപോലെ തന്നെ ഭഗവാൻ അവരുടെ അടുത്തേക്ക് എത്തുക. അതായത് ഒരു പോത്തായിട്ട് വന്ന കഥയൊക്കെ അതും ഇവിടെ സംഭവിച്ചത് തന്നെയാണല്ലോ. ഞാൻ ആ കഥയൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഭക്തൻ ഭഗവാനെ പോത്തായിട്ട് തെറ്റായിട്ടുള്ളൊരു ധാരണ കൊടുത്തപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചു, ഭഗവാൻ അങ്ങനെ തന്നെയായിട്ട് വന്നു. ആ കൊമ്പ് ഇങ്ങോട്ട് കടക്കാൻ പറ്റാതെ കുടുങ്ങി നിന്ന കഥയൊക്കെ അപ്പം അതും എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അതായത് ഒരു ഭക്തന്റെ മനസ്സിൽ എപ്രകാരമാണോ ഭഗവാൻ കുടികൊള്ളുന്നത് അതേ രൂപത്തിൽ വരാനായിട്ടാണ് നമ്മുടെ ഭഗവാന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും നമുക്ക് എവിടെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് ബാലനാരായണനാണ്. പക്ഷെ ധ്യാനിക്കുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. ശ്രീധര സൃഷ്ടപാർശ്വം എന്നാണ്. അതായത് ശ്രീയും ധരയും കൂടിയിട്ടുണ്ട്, മഹാലക്ഷ്മിയും ഭൂമിദേവിയും കൂടിയിട്ടിരിക്കുന്ന ഭഗവാൻ, ഒപ്പമായിട്ടിരിക്കുന്ന ഭഗവാനെയാണ് ധ്യാനിക്കുക. അങ്ങനെയുള്ള പ്രത്യേകതകൾ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. അതായത് എല്ലാ ഗ്രഹങ്ങളും ഏറ്റവും കൂടുതൽ പ്രകാശവർഷം ചൊരിയുന്ന ഒരു സ്ഥലമാണ്. അതുകൂടാതെ വ്യാഴത്തിന് ഏറ്റവും ശക്തിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. വ്യാഴം എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനാണ്. വ്യാഴം കൂടെ ഉണ്ടെങ്കിൽ, വ്യാഴം അനുകൂല സ്ഥാനത്താണെങ്കിൽ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് ഗുരുവായൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. പിന്നെ ഗുരുവും വായുവും കൂടിയിട്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപും പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പം അത്രയേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഗുരുവായൂരിന് ഇത്രയേറെ പ്രാധാന്യം ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഗുരുവായൂരിൻ്റെ പ്രാധാന്യം. അത് തന്നെയാണ് ബാലനാരായണനായിട്ട്. അതോടൊപ്പം തന്നെ ഒന്നുകൂടെ പറയാൻ കേട്ടോ, ഭഗവാന്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് ബാലനാരായണനാണ്. അപ്പോൾ ഇതൊക്കെ ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ ഗുരുനാഥ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അറിവില്ലാത്തവർക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഭാവത്തെക്കുറിച്ച് പങ്കുവെച്ചത് കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് അതേക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഭാഗ്യ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്,
ഇപ്പോൾ വൈശാഖ മാസമാണല്ലോ. അപ്പോൾ വൈശാഖ മാസത്തിൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ഫലം ലഭിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വേറൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് സർപ്പ ദോഷവും സർപ്പ ശാപവും ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ അതിലുണ്ട്. അതായത് വൈശാഖ മാസത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിന് ഇരട്ടി ഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല പ്രവൃത്തിയാണെങ്കിൽ നല്ല ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും, മോശം പ്രവൃത്തിയാണെങ്കിൽ മോശം ഫലം കൂടെ ഇരട്ടിയായിട്ട് ലഭിക്കും. അതുകൊണ്ടാണ് പാപങ്ങളൊന്നും തന്നെ ചെയ്യരുതെന്ന് പറയുന്നത്. പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലവും വളരെ കൂടുതലായിരിക്കും. ഈ പുണ്യം ലഭിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പാപങ്ങളൊന്നും തന്നെ ചെയ്യരുത്. പുണ്യപ്രവൃത്തികളെ എത്രത്തോളം ചെയ്യാനായിട്ട് സാധിക്കണോ അത്രത്തോളം ചെയ്യാം. അപ്പോൾ നാമം നന്നായിട്ട് ജപിക്കാം. വഴിപാടിൻ്റെ ഫലമാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വഴിപാടുകൾ ചെയ്തോളൂ. അപ്പോൾ അതാ പറഞ്ഞതിൻ്റെ ഉത്തരം അത് തന്നെയാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇരട്ടിയായിട്ടാണ് ഫലം ലഭിക്കുക. അപ്പോൾ വഴിപാട് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഇരട്ടിയായിട്ടാണ് അതിൻ്റെ ഫലം ലഭിക്കുക. അപ്പോൾ ഇതിനെല്ലാം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല ഫലം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫലം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കണോ. ഇനി സർപ്പദോഷവും സർപ്പശാപവും ഇത് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും സർപ്പങ്ങൾക്ക് അല്ലെങ്കിൽ നാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ വിഷമങ്ങൾ നമ്മളതിനെ ദോഷമായിട്ട് ബാധിക്കുന്നു. ഇപ്പോൾ ഒരാളുടെ വീട് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് പണ്ട് കാവുകളൊക്കെ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ സ്ഥലം നമ്മൾ കയ്യേറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് സ്ഥലമില്ല, അവരുടെ കാവുകൾ നിന്നിരുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും അവർക്കൊരു വിഷമം ഉണ്ടായിരിക്കും, അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ എടുത്തത് കൊണ്ട്. പിന്നെ ഇപ്പോൾ കുടുംബക്ഷേത്രങ്ങളിലാണെങ്കിലും തൊട്ടടുത്ത് കാവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് വേണ്ട വിധത്തിലുള്ള വഴിപാടുകളൊന്നും ചെയ്യാതിരിക്കുക, അവരെ പോയിട്ട് കാണാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അവഗണന അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തായാലും ഒരു സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ദോഷകരമായിട്ട് നമ്മളതിനെ ബാധിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത്, അതാ പറഞ്ഞ വർഷത്തിൽ ഒരിക്കലെങ്കിലും നാഗങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാന്നുള്ളത്. അവരുടെ അനുഗ്രഹം കൂടെ, അവരെയും നമ്മൾ ഈശ്വരന്മാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടെ നമുക്കുണ്ടായിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സർപ്പ ശാപം എന്നൊക്കെ പറയുമ്പോഴേ അറിഞ്ഞുകൊണ്ട് ഇവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുക, തല്ലിക്കൊല്ലുക, ചുട്ടിരിക്കുക, അവരുടെ കുട്ടികൾ, മുട്ടകൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണെങ്കിലും അതൊക്കെ നശിപ്പിക്കുക ചെയ്യുക. അപ്പോൾ അറിയാതെ നശിപ്പിക്കുകയാണെങ്കിൽ കൂടെ അവർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ മുട്ടകളെ നശിപ്പിച്ചു, അവരെ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരത് ശാപമായിട്ടാണ് ഈ ചെയ്ത ആളുകൾക്ക് ലഭിക്കുക. അപ്പോൾ അതിനെയാണ് ശാപം എന്ന് പറയുക, ശപിക്കുക എന്നൊക്കെ പറയുക. അപ്പോൾ ഇത് രണ്ടുണ്ടെങ്കിലും പ്രതിവിധി തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇത് സർപ്പശാപമാണ്, സർപ്പദോഷമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനടി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം. പരിഹാരങ്ങൾ ചെയ്താലേ ഈ സർപ്പദോഷങ്ങൾ അല്ലെങ്കിൽ സർപ്പശാപങ്ങളൊക്കെ മാറുള്ളൂ എന്ന് പറയാറുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായി ചോദിച്ചറിഞ്ഞിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ലതാകുമാരി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. തുളസിയും തെച്ചിയും താമരയും കൊണ്ട് മാല കോർത്തിട്ട് ഭഗവാനെ ചാർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കോർത്തിട്ട് എവിടെയാണ് കൊടുക്കേണ്ടത്, അതൊന്ന് പറഞ്ഞു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ ചോദ്യം, അതായത് ഇതേപോലുള്ള ചോദ്യങ്ങൾ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാല കെട്ടിക്കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ പുറമെ നിന്ന് മാല വാങ്ങിക്കൊണ്ടുവന്നാൽ അത് ശ്രീലകത്തുള്ള ഭഗവാനെ ചാർത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കൊണ്ടുവരാം, ഭഗവാനെ ചാർത്താം. എവിടെയുള്ള ഭഗവാനെയാണെന്ന് അറിയോ? ഇപ്പോൾ പുറത്താണെങ്കിൽ ആ ഭണ്ഡാരകൃഷ്ണനൊക്കെ ഉണ്ട്, അവിടെ ചാർത്തുന്നത് കാണാറുണ്ട്. പലതരത്തിലുള്ള മാലകൾ, പൂക്കൾ കൊണ്ടാണെങ്കിലും നാമമാലകളൊക്കെ ചാർത്തുന്നത് കാണാറുണ്ട്. ഈ ചുറ്റമ്പലത്തിലാണെങ്കിൽ അവിടെയും ഈ തൂണുകളുണ്ടല്ലോ, അവിടെയുള്ള ശില്പങ്ങളിലെ മാല ചാർത്താം. നാലമ്പലത്തിനകത്തും ഇങ്ങനെ തന്നെ അവിടെയുള്ള ശില്പങ്ങളിൽ, നമുക്ക് കയറി ചെല്ലാൻ പോകുന്ന സ്ഥാനത്തുള്ള ശില്പങ്ങളിൽ മാല ചാർത്താം. അല്ലാതെ ശ്രീലകത്തേക്ക് എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാം. ഇന്നലെ 2,57,194 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ നാമം ജപിച്ചോളൂ കേട്ടോ. വൈശാഖമൊക്കെ അതേ അവസാനിക്കാനായിട്ട് പോകുകയാണ്. ഇനി നാളത്തെ ശനിയാഴ്ചയും കൂടി കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ചയാണ് വൈശാഖ മാസം അവസാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ കൂടുതൽ തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈശാഖം കഴിയാനായിരിക്കണം. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു, വ്യാഴാഴ്ച ആയതുകൊണ്ടും കൂടിയിട്ട്. പിന്നെ വെക്കേഷനും കൂടെ കഴിയാനായിട്ട് പോകുകയാണ്. മഴയും പലയിടത്തും തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തിക്കും തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാനായിട്ട്, ഇത് ആ ദിവസങ്ങൾ അവസാനിക്കും തോറും കാണാനായിട്ട് വരുന്നവരുടെ എണ്ണവും കൂടെ കൂടുതലായിരിക്കുകയാണ്.
വൈശാഖം കഴിയുന്നതിന് മുൻപായിട്ട് കാണാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.